കൊല്ലം പുത്തൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കെന്നുള്ളതാണ്. മാർത്തോമ ഗേൾസ് സ്കൂളിലെ പാർവതിക്കാണ് പരിക്കേറ്റത്. ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺരാജ് കൊല്ലത്തുനിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. അരുൺ, എന്താണ് ആ കുട്ടി ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള കാരണം? ഹാഷ്മി, ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം, അതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകാനായി ഈ സ്വകാര്യ ബസ്സിൽ കയറിയ കിങ്ങിണി എന്ന സ്വകാര്യ ബസ്സിൽ കയറിയ കുട്ടി 1.5 കിലോമീറ്റർ ഈ ഫുട്ബോളിൽ നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നു. ഈ വാഹനത്തിൽ ഈ സ്വകാര്യ ബസ്സിൽ വലിയ തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് യാത്രക്കാരടക്കം ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ 1.5 കിലോമീറ്ററിനുള്ളിൽ ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു സഞ്ചരിച്ചത്. ഇതിനിടയിൽ ഈ ഡോർ തുറന്ന് പാർവതി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പുത്തൂർ പാണ്ഡ്രയിൽ വെച്ചാണ് ഈ ബസ് നിർത്തുന്ന സമയത്താണ് ഈ കുട്ടി തെറിച്ച് റോഡിലേക്ക് വീഴുന്നത്. എന്തായാലും കാര്യമായ അപകടം ഉണ്ടായിട്ടില്ല. ഈ കുട്ടിയെ ഉടൻ തന്നെ കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടി ചികിത്സയിലാണ് എന്നുള്ളതാണ്. ഈ ബസിന്റെ കണ്ടക്ടറും ഡ്രൈവറായ വിഷ്ണുവിനെയും കണ്ടക്ടറായ സേതുവിനെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഇത്രയും ആൾക്കാരെ കുത്തിനിറച്ചുകൊണ്ടുള്ള യാത്ര അത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. ഇത് ബസ് ജീവനക്കാരുടെ ഭാഗത്തെ അപാകതയാണ്, വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഓക്കെ, അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അതിൽ കർശന നടപടി ഉണ്ടാവട്ടെ.